നമ്മൾ 1 year കോഴ്സിന് സൂയിങ് മെഷീൻ ഫ്രീ ആയിട്ട് കൊടുക്കും. ഇതാണ് പെഡലിന്റെ മ്യൂറൽ പേജും ഇവിടെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഹലോ 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 എവിടേക്ക് ഓടണേ? ഒരാൾ ഇവിടെ നിൽക്കണേ. ഈ തുണി കെട്ടിയിട്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഫഷണൽസ് ഒക്കെ ചൂസ് ചെയ്യുന്ന ജാക്ക് തന്നെയാണ്. ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഫാഷൻ ഡിസൈനർ ആയിട്ടല്ല പോവുക, ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആയിട്ടാണ് പോവുക. ഇവിടെയാണ് കേട്ടോ പാർക്കിംഗ് സൗകര്യം. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് 10% വരെ ഡിസ്കൗണ്ട് ഫീസിൽ കിട്ടും. ഇതൊക്കെ സ്പെഷ്യൽ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നന്നായി പഠിപ്പിച്ചു തരാറുണ്ട്. നിങ്ങൾ ഒരു മുതലാളി ആവണം എന്നുള്ള രീതിയിൽ സൂയിങ് മെഷീൻ ഫ്രീ ഉണ്ട്. ആനില്ലാണ്ട് എന്ത് തൃശ്ശൂരില് നമ്മള് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും നടക്കുന്നേ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്ര നാളെ ഞാൻ വില കുറവിന്റെ തുണി എവിടെ കിട്ടും, ഏത് സ്റ്റേറ്റിൽ കിട്ടും, ഇതൊക്കെ ആയിരുന്നു പറഞ്ഞത്. ഈ തുണി കിട്ടിയിട്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പൊ എക്സാക്ട് ലൊക്കേഷൻ പറയുന്നത് നമ്മുടെ സ്വന്തം തൃശ്ശൂര് തന്നെയാണ് നിൽക്കുന്നത്. തൃശ്ശൂര് ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഇല്ലേ, പാസ്പോർട്ട് ഓഫീസ് തൃശ്ശൂർ അറിയാത്തവർ ആരും ഉണ്ടാവില്ല. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ പാസ്പോർട്ട് ഓഫീസ് ബിൽഡിംഗ്. ഇവിടെ പാർക്കിംഗ് ഏരിയ. പിന്നെ കുറച്ചുകൂടി അടുത്തുള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ KRCTC ബസ് സ്റ്റാൻഡ്. അപ്പോൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കുറച്ചുകൂടി നീങ്ങിയിട്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ പാസ്പോർട്ട് ഓഫീസ് ഇതറിയാത്തവരാറില്ല. അവിടേക്ക് വണ്ടി വരുന്നവർക്ക് വണ്ടി പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ വണ്ടി പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ അടിപൊളി ഒരു ഓഫർ കൂടിയാണ് നിങ്ങൾക്ക് തരാൻ പോണത്. എന്തായാലും അതൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഇവിടെ ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ പോകേണ്ടതെന്ന് അറിയാം. വണ്ടിയായിട്ട് വരുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ഈ വഴിക്ക് വിട്ടോ. ഇനി വാക്കിംഗ് ആയിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഓട്ടോറിക്ഷയിലാണ് വരുന്നതെന്ന് വെച്ചാൽ ഓട്ടോ ഇവിടെ ഇറങ്ങുക. ഇവിടെ കാണാം സ്റ്റെപ്പ്. എന്താ ഈ സ്റ്റെപ്പിൽ കൂടെ അങ്ങോട്ട് വിശാലമായിട്ട് ഇങ്ങനെ നടക്കാം കേട്ടോ. അപ്പോൾ നടക്കുമ്പോൾ കുറേ എന്താ പറയുക ലൊക്കേഷനൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോവാം. അപ്പോൾ തുണി എവിടെ വിലക്കുറവിന് കിട്ടുമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ എന്ത് ചെയ്യും, എങ്ങനെ നമുക്കത് വർക്കൗട്ട് ആക്കി എടുക്കും, ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഓരോരുത്തരും ഇടുന്ന വെഡ്ഡിങ് ഗൗൺസ് വരെ അത് എങ്ങനെയാണ് ചെയ്യണത് അത് നമുക്ക് അറിയണ്ടേ. ദാ ഈ വഴി ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചോട്ടാ. നിങ്ങളിങ്ങനെ കുറച്ചങ്ങോട്ട് നടന്നാൽ മതിട്ടാ. കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വണ്ടിയായിട്ട് വരുന്നവർക്ക് പാർക്കിംഗ് ഇവിടെയാണ് കേട്ടോ പാർക്കിംഗ് സൗകര്യം. അപ്പോൾ ഇത് പേടാണ്. വണ്ടിയായിട്ട് വരുന്നവർക്ക് പേട് ഇവിടെ. ഇനി പേടല്ലാത്തത് ഞാൻ കാണിച്ചു തരാം. വാ, വണ്ടിയായിട്ട് വരുമ്പോഴേ ഇനി അവിടെ വണ്ടിയായിട്ട് വരാം. അല്ലാത്തവർക്കാണെങ്കിൽ അവിടുന്ന് വണ്ടി വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വണ്ടി കയറി കഴിഞ്ഞാൽ ഒരു പൈസയും പോലും കൊടുക്കണ്ട. ഇവിടെ വണ്ടി ഇട്ടാൽ മതി. നമുക്ക് പോകേണ്ടതേ ഇവിടേക്കാണ്, ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്ക്. എവിടെ സ്ഥലം എന്നറിയോ? നമ്മുടെ തൃശ്ശൂർ പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്തായിട്ടാണ് ലഖാഷ ഫാഷൻ. അപ്പോൾ നമുക്ക് പോയാലോ. ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആക്ച്വലി ഇവിടെ ഓഫർ നടക്കണമെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഓഫറുണ്ട്, ഫ്രീയും ഉണ്ട്, അങ്ങനെ കുറേ ധമാക്ക സംഭവങ്ങളുണ്ട്. കയറി നോക്കാം നമുക്ക്. വാ, നമ്മൾ കയറുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ വിചാരിച്ചേക്കാളും അപ്പുറത്തേക്കുള്ള കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഈ കാണുന്ന 20 രൂപ 25 രൂപ വരെ ഈ തുണികളൊക്കെ ഇല്ലേ, ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 10,000-ന്റെ ലുക്കാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. വാ. പേരന്നെ ഇവിടെ ഉണ്ട്. അടിപൊളി വ്യൂട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലഖാൻസ. ഇത് ആരടപ്പം ഈ പേരൊക്കെ ഇങ്ങനെ എടുത്ത ഒരു ഇന്റർനാഷണൽ ഹലോ 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 എവിടേക്ക് ഓടണേ? ഒരാൾ ഇവിടെ നിൽക്കണേ. ഈ മൈക്ക് വയ്ക്കുന്നുണ്ട്, ചെറിയൊരു വീഡിയോ എടുക്കുന്നുണ്ട്. ഈ പേര് എന്താ അർത്ഥം? ഒരു ഇന്റർനാഷണൽ ആണല്ലോ. സംഭവം ഇന്റർനാഷണൽ ആണ്. ഞങ്ങളുടെ ഫാമിലി നെയിമാണ്. അതെ, ലഖാൻസ. ശരിയല്ലേ പ്രൊണൗൺസ്? ഇവിടെ കുറെ പേര് പഠിപ്പിക്കുന്നുണ്ട്, എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്താണ് ഇപ്പൊ കയ്യിൽ പിടിച്ചിരിക്കണേ? ഇവിടെ വന്നപ്പോ ടോട്ടലി കൺഫ്യൂഷൻ ആയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിലക്കുറവിന് തുണി കിട്ടി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആ ഒരു സ്ഥലത്തേക്കാണ് വന്നതെന്ന് പറഞ്ഞില്ല. അപ്പൊ ആക്ച്വലി ഈ ഒരു സ്ഥലം എന്താണ് ഏതാണെന്ന് നമ്മുടെ ഇങ്ങോട്ട് തന്നെ പറയാം. എന്താ പേര്? രാംപ്രസാദ്. വെൽക്കം. നമ്മുടെ വീഡിയോയിൽ വെൽക്കം ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ കുറെ കുട്ടികൾ ഇരുന്ന് വായിക്കുന്നുണ്ട്. സ്റ്റുഡൻസ് ആണ്. ഇതിപ്പോ നമ്മളെ സീനിയർ സ്റ്റുഡന്റ് ഇപ്പൊ തയ്ച്ചിട്ട് ഇവിടെ ഡിസ്പ്ലേ ഇടാൻ വേണ്ടി തന്നേക്കുന്നതാണ്. ഓക്കെ ഓക്കെ. വാവ്, ഈ വ്യൂ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ ചെയ്തിരിക്കണത്. അതേപോലെ തന്നെ ഓരോരുത്തർ വരയ്ക്കണത് കാണുമ്പോൾ തന്നെ രസമുണ്ടല്ലോ. ഇതൊക്കെ സ്പെഷ്യൽ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പെൻസിൽസ് തന്നെയാണ്, നോർമൽ കളർ പെൻസിൽസ് തന്നെയാണ്. 2-in-1 അല്ലേ? 2-in-1. പിന്നെ ഔട്ട്ലൈൻ ഒക്കെ നമ്മൾ ബ്ലാക്ക് പെനിലാണ് ചെയ്യുന്നത്. ഓ, അടിപൊളി, നന്നായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വരയ്ക്കാനായിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കാണോ ചെയ്യണേ? നമ്മളെ മിസ് ഉണ്ട്,
അഞ്ജിത മിസ്സാണ് പഠിപ്പിക്കുന്നത്. അഞ്ജിത മിസ് ഹായ്. അടിപൊളിയായിട്ട് വരയ്ക്കാൻ പഠിപ്പിക്കാൻ എനിക്ക് പഠിപ്പിച്ചാന്നുള്ളൂ കേട്ടോ. വരയ്ക്കാനേ വര മാത്രമുള്ള ഇത് തയ്ച്ചൊക്കെ കൊടുക്കില്ലേ? തയ്ക്കാനും പറ്റും. അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുള്ളത് ആദ്യം വരച്ചു വെച്ചാൽ ഈ ജസ്റ്റ് വരച്ചതൊന്ന് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താ സംഭവം എന്നുള്ളതൊന്ന് നോക്കാം. നല്ല രസമായിട്ട്. അപ്പൊ ഈ കാണുന്നതൊക്കെ ഓരോരോ പാറ്റേൺസ് ആണ് കേട്ടോ. അപ്പൊ ഏത് തുണി നമ്മൾ ചൂസ് ചെയ്യണം, ഏത് പാറ്റേണിൽ നമ്മൾ തയ്ക്കണം, ഇതൊക്കെ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ ഇതിൽ ഏത് ക്ലോത്ത് ആണ് യൂസ് ചെയ്യണത്, അതുപോലെ ക്ലോത്ത് ഏതാണ്, കളർ മാച്ചിങ് എങ്ങനെ ചെയ്യേണ്ടത്, ഫ്രം ബേസിക്സ് എല്ലാം നമ്മൾ പഠിക്കും. കളർ തിയറി തൊട്ട് എല്ലാം പഠിപ്പിക്കും. പിന്നെ ഓരോ തുണികൾക്ക് ഓരോ ഡ്രൈപ്പിംഗ് ആണ്. അപ്പൊ ഏതേത് പാറ്റേണിന് എങ്ങനത്തെ ഡ്രൈപ്പിംഗുള്ള ഡ്രസ്സാണ് ഫാബ്രിക് ആണ് ചൂസ് ചെയ്യേണ്ടത് നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠിപ്പിച്ചു തരും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഡിഗ്രി പോലെ തന്നെ 1 ഇയറിന്റെ കോഴ്സ് ഉണ്ടാവും. കുറച്ച് ഡിഗ്രി അല്ല, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള നമ്മൾ ഓരോരോ കോഴ്സുകളൊക്കെ എടുക്കില്ലേ. ഇതൊക്കെ കുറെ മാത്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ ഇതൊക്കെ എന്താ കൂട്ടലും കുറയ്ക്കലൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റൂടാ. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവിടെ ആദ്യം തിയറി ക്ലാസ് പാറ്റേൺ മേക്കിംഗിന്റെ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഡ്രാഫ്റ്റിംഗ് ലെവലിൽ പോയിട്ട് പേപ്പറിൽ ആദ്യം കട്ട് ചെയ്യും. അതിനുശേഷമാണ് ഒറിജിനൽ ക്ലോത്തിൽ കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യും. ഇനി ഇതൊക്കെ നമ്മള് എന്താ പറയാ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചെങ്കിലും കൂടി ഇതിലിവിടെ എന്താണ് സംഭവം നടക്കുന്നത്, എന്താണ് ഈ ഒരു ലക്കാൻസ? നമ്മുടെ ഈ ലക്കാൻസ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 ടൈപ്പ് കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ 1 ഇയർ കോഴ്സാണ്. അത് ഇന്റർനാഷണൽ ഡിപ്ലോമയാണ്. അതാണ് ഇന്റർനാഷണൽ പേര് വന്നത്. അതെ, ഓക്കെ. അപ്പൊ 1 ഇയർ കോഴ്സ് ഇന്റർനാഷണൽ കോഴ്സ് ആയിരിക്കും. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും. 1 ഇയർ കോഴ്സ് ആണ്. 10 മാസം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയായിരിക്കും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ. പിന്നെ 2 മന്ത്സ് നമ്മൾ ഇന്റേൺഷിപ്പ്. അത് നമ്മുടെ സ്വന്തം ബൊട്ടീക്ക് ഉണ്ട്. ബൊട്ടീക്കിന്റെ പേര് ലാഡ ബൊട്ടീക്ക്. MG റോഡിൽ തന്നെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ നമ്മുടെ MG റോഡ് ഇങ്ങനെ തിരിയണോട് തന്നെ നമ്മളെ ഇറക്കത്തിൽ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ പാണ്ടി സമൂഹത്തിലേക്ക് പോകുന്ന ഭാഗത്ത് സീതാറാം മാച്ചിങ് സെന്റർ ഒക്കെ ഉണ്ട്. ആ സെയിം ബിൽഡിംഗിൽ തന്നെ. സെയിം ബിൽഡിംഗിൽ തന്നെ. ഇതന്നെ പേര് അല്ലേ? അല്ല, അത് ലാഡ ബൊട്ടീക്ക് ആണ്. ലാഡ ബൊട്ടീക്ക്. അമ്മയുടെ പേര് ലത എന്നാണ്. അപ്പൊ അങ്ങനെ ലാഡാന്ന് വെച്ചിട്ട് നമ്മൾ തുടങ്ങിയതാണ് അല്ലേ? നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ ബൊട്ടീക്ക്, നമ്മുടെ സ്വന്തം ബൊട്ടീക്കിൽ തന്നെയാണ്. അവിടെ പിന്നെ നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്യും. ബ്ലൗസ് തൊട്ട് വെഡിങ് ഗൗൺ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഷോപ്പാണ്. കുറെ കൊല്ലങ്ങളായിട്ടുള്ളത്. അപ്പൊ പഠിക്കലും ഇവിടെ തന്നെ, ജോലിയും ഇവിടെ തന്നെ, ഇന്റേൺഷിപ്പ് ഇവിടെ ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ 1 ഇയർ കോഴ്സിൽ എന്തൊക്കെയാണ് ആക്ച്വലി ചെയ്യുന്നത്? നമ്മൾ 1 ഇയർ കോഴ്സിൽ ബേസിക്സ് എല്ലാം പഠിപ്പിക്കാം. കളർ തിയറി, ഫാഷൻ ഇല്ലസ്ട്രേഷൻ. കളർ തിയറി എന്ന് പറയുന്നത് ഇതാണോ ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോ കളർ തിയറി പഠിച്ചതിന് ശേഷം വരയ്ക്കുന്നതാണ്. അതിനുശേഷം ഇല്ലസ്ട്രേഷൻ, സ്കെച്ചിങ്, ബേസിക് സ്കെച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാനിക്വിൻസിൽ എങ്ങനെയാണ്, അതായത് ക്രോക്കി എന്ന് പറയും. ക്രോക്കിൽ എങ്ങനെയാണ് ഡ്രസ്സ് വരയ്ക്കുക, പിന്നെ അതിനെങ്ങനെ ഷെയ്ഡ് ചെയ്യണം, അതിനെങ്ങനെ കളർ ചെയ്യണം, അതൊക്കെയാണ് ബേസിക്സ് ആയിട്ട് വരും. അതിനുശേഷം നമ്മൾ പഠിപ്പിക്കുന്ന 1 ഇയർ കോഴ്സിൽ എംബ്രോയിഡറി പഠിപ്പിക്കുന്നുണ്ട്. ഈ എംബ്രോയിഡറി സംഭവം എവിടെയാണ്? നമ്മുടെ മാഡം കൂടെ മിസ് ഒന്ന് വരാൻ പറ്റുമോ? എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അവരോട് കൂടി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവുമല്ലോ നമുക്ക്. ഇത് ഒരു സൈഡ് നമ്മുടെ തിയറി ക്ലാസ് ആയിരുന്നു. അടിപൊളി. ഇത് നമ്മളൊരു സ്റ്റുഡിയോ പോലെയാണ്. വാവ്. അപ്പൊ ഇത് ഓരോരുത്തർ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകളാണ്. നമ്മള് സ്റ്റുഡൻസ് തന്നെ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഇത് ഓരോന്ന് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. എംബ്രോയിഡറി വർക്ക് ആണെങ്കിലും നമ്മൾ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ളതാണ്. ഇതില് ഈ ബീഡ് വർക്കും ആരി വർക്ക് ചെയ്തിട്ടുണ്ട്, സറോസ്കിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സർദോസി ബീഡ് വർക്ക്. ഇത് നമ്മളൊരു ബ്രൈഡൽ വർക്ക് പോലെ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഈ ആരി വർക്കൊക്കെ ഇവിടെ തന്നെയാണ്. വർക്ക്ഷോപ്പ് ഉണ്ടല്ലേ? ഓക്കെ. അതുപോലെ ഓരോരോ വർക്കുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള വർക്ക്. എന്നെയും പഠിപ്പിക്കുവോ? ഉറപ്പായിട്ടും. കാശ് തരില്ല. അടിപൊളി കേട്ടോ. അതെ, തൃശ്ശൂര് ആനില്ലാണ്ട് എന്ത് തൃശ്ശൂരല്ലേ കണ്ടാ. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു ഡിസൈൻസ് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ തന്നെ എംബ്രോയിഡറി ചെയ്യും. അപ്പൊ നമുക്ക് എല്ലാം ഡിസൈൻസ് ഒക്കെ നിങ്ങൾ തന്നെ ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ അല്ലാണ്ട് ഒരു കോപ്പി അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. വെച്ചാൽ നമുക്ക് ഒരു സ്വന്തം ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് കൂടുതൽ ചെയ്യാനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. വർക്ക് ചെയ്യാന്ന് മാത്രം. അല്ല, ഇവിടെ കൂടുതലും നമ്മളെ ഓൺ ഡിസൈൻസ് ആണ്. ഇതൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ ഇവിടെ തന്നെയാണ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഫുൾ ഹാൻഡ് എംബ്രോയിഡറി ആണ്. അല്ല, ഒരു ഡൗട്ട് ഉണ്ട്. നമ്മുടെ തൃശ്ശൂരിൽ തന്നെയല്ല, പല സ്ഥലത്തും കുറെ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരണം, 1 ഇയറിന്റെ കോഴ്സ് ഇവിടെ എടുക്കണം, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ട, എന്ത് തരും? ഇവിടെ 1 ഇയർ കോഴ്സ് നമ്മൾ പഠിക്കാന്നുണ്ടെങ്കിൽ ഒന്ന് നല്ല അടിപൊളി ആയിട്ട് പഠിപ്പിക്കും. ബേസിക്സ് തൊട്ട് ബ്ലൗസ്, ചുരിദാർ, സ്കേർട്ട്, ഫ്രോക്ക്, വെഡിങ് ഗൗണ്, വെഡിങ് വെയിൽ, വെഡിങ് ഗ്ലൗസ്, അങ്ങനെ
ഒരു ലേഡിക്ക് വേണ്ട എല്ലാ ഐറ്റവും നമ്മളിവിടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കും, വരയ്ക്കാൻ പഠിപ്പിക്കും, ഡിസൈൻ ചെയ്യാൻ പഠിപ്പിക്കും, എംബ്രോയിഡറി പഠിപ്പിക്കും, ഹാൻഡ് എംബ്രോയിഡറി, ആരി എംബ്രോയിഡറി എല്ലാം പഠിപ്പിക്കും. പിന്നെ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് 1 ഇയർ കോഴ്സിന് ഒരു സ്വിമ്മിംഗ് മെഷീൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ കൊല്ലം ജോയിൻ ചെയ്യുന്നവർക്ക് വെൽക്കം കിറ്റ് ഉണ്ട്. അതിൽ കട്ടിങ്ങിന് വേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കിറ്റും ഉണ്ടാവും. പിന്നെ എംബ്രോയിഡറിക്ക് വേണ്ട എല്ലാ കിറ്റും സെപ്പറേറ്റ് ആയിട്ട്. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് 1 ഇയറിന്റെ കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഒരു ഫ്രീ സ്വിംഗ് മെഷീൻ അതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. ഇനിയിപ്പോ ഇവിടെ പിള്ളേരെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലിമിറ്റ് ആൾക്കാരെയാണ് എടുക്കണം, അല്ലെങ്കിൽ കുറെ ആൾക്കാർ ഇങ്ങനെ? അതായത് നമുക്ക് ഒരു ബാച്ചിൽ 20 പേരാണ്. അതിൽ മോർണിംഗ് ബാച്ചും ഉണ്ട്, ഈവനിങ് ബാച്ചും ഉണ്ട്. അപ്പൊ വർക്ക് ചെയ്യുന്നവർക്കായാലും അതെങ്ങനെയാ ടൈം? അതുപോലെ തന്നെ എത്ര ടൈം ഇരിക്കണം? സൺഡേ നോർമൽ സ്കൂളിംഗ് ടൈം വരുന്നത് 10 to 12 ആണ്. 2 hours ആണ് ഡെയിലി വരുന്നുള്ളൂ. 2 hours കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ബൊട്ടിക്കുകൾക്കൊക്കെ ജോലിക്ക് പോവാം. നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും ചെയ്യും. ഓക്കെ. അപ്പൊ ഈ എന്താ പറയാ 2 hours എന്നല്ലേ പറഞ്ഞത്? ഈ 2 hours എല്ലാതും എല്ലാ ദിവസവും 2 hours ആണ്, മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ. ഒരു സംശയം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ സാധാരണ ഇത് നമുക്ക് ഈ സ്കൂൾ ടൈം പോലെ നമ്മൾ ജൂണിലാണോ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതുപോലെ ഇവിടെ എങ്ങനെയാണ്? അല്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ കൊല്ലവും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റില് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ജൂലൈ വരയ്ക്കാണ് ക്ലാസ് ഉണ്ടാവുക. അതിൽ ജൂണിലും ജൂലൈയിലും നമ്മൾ നമ്മുടെ ബൊട്ടിക്കിൽ ഇന്റേൺഷിപ്പ് കൊടുക്കും. 10 months ഇവിടെ ക്ലാസ്സും 2 months അപ്പൊ കുറച്ചുകൂടി അവർക്ക് എക്സ്പീരിയൻസ് കൂടും ചെയ്യും. അപ്പൊ അവര് കേട്ടില്ല 10 മാസം ക്ലാസ് 2 മാസം ഇന്റേൺഷിപ്പ്. അപ്പൊ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പഠിക്കാനും പറ്റുന്നല്ലോ എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മൾ 2 hour ക്ലാസ് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പഠിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ബേസിക്സ് ആയിട്ട് ആദ്യം തന്നെ എംബ്രോയിഡറി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് വീട്ടിൽ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് എംബ്രോയിഡറി വെഡിങ് വർക്ക് എടുത്തവർക്ക് എംബ്രോയിഡറി ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ബൊട്ടിക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ വർക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ജോലി എന്നുള്ള രീതിയിൽ നിങ്ങൾ വരരുത്, നിങ്ങൾ ഒരു മുതലാളി ആവണം എന്നുള്ള രീതിയിൽ വരണം അല്ലേ? നേരെ പോയി കട തുടങ്ങാം, സെറ്റ് ആവാ, ലൈഫ് സെറ്റ് ആക്കുക, സെറ്റിൽ ആക്കുക. ഈ ഉള്ളിൽ എന്താ സംഭവം? ഇതൊക്കെ നമ്മൾ സ്റ്റുഡൻസ് ഇതൊന്നും നമ്മൾ കാണാണ്ട് പോകണ്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ എന്തൊക്കെയാ പഠിപ്പിക്കണ ഒരു മിനിയേച്ചർ ആണ്. ഇല്ലസ്ട്രേഷൻ വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് എംബ്രോയിഡറി ചെയ്യാൻ പഠിപ്പിക്കുന്നത്, പാറ്റേൺ മേക്കിംഗ്, കട്ടിങ്, സ്റ്റിച്ചിങ്. പിന്നെ ബൊട്ടീക്കിൽ എങ്ങനെയാണ് സെയിൽസ് ചെയ്യേണ്ടത്, ഡിജിറ്റൽ ആയിട്ട് എങ്ങനെ നമുക്ക് വരയ്ക്കാം, കമ്പ്യൂട്ടർ ഡിസൈനിങ്. പിന്നെ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് അതെ എങ്ങനെയാണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത്, ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടത്, അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യണം, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇത് ഡ്രൈപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ പുതിയ പുതിയ പാറ്റേൺസ് എങ്ങനെയാണ് ഡ്രൈപ്പ് ചെയ്യുക, മാനിക്കിനിൽ എങ്ങനെയാണ് ഡ്രൈപ്പ് ചെയ്യുക, സാരി ഉടുപ്പിക്കുന്നത്, അതൊക്കെ ഡ്രൈപ്പിംഗ് ആണ്. അപ്പൊ ഈ സാരി ഉടുപ്പിക്കൽ എന്ന് പറയുമ്പോ അതില് വേറൊരു കൺഫ്യൂഷൻ കൂടി വന്നു. സാരി മാത്രമല്ലല്ലോ, ഒരു പെണ്ണെന്ന് പറഞ്ഞ കല്യാണത്തിന് പറയുമ്പോ മേക്കപ്പും കൂടി ഉണ്ട്. ഇതും എന്ത് ഇവിടെ നടക്കുമോ? അതെ, മേക്കപ്പ് അത് പറയാൻ വിട്ടുപോയതാണ്. മെയിൻ സംഭവമാണ്. നമ്മളിവിടെ 1 year കോഴ്സ് അല്ലെങ്കിൽ 6 months കോഴ്സ് ബൊട്ടിക് മാനേജ്മെന്റ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊരു പാക്കേജ് വരുന്നത് ഒരു സ്റ്റൈലിംഗ് കൂടെ ടിപ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിൽ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള മേക്കപ്പ്, ത്രെഡിങ്, ഹെയർ സ്റ്റൈൽസ്, അങ്ങനെ ഒരു കോഴ്സ് പോകാതെ. അതായത് ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഫാഷൻ ഡിസൈനർ ആയിട്ടല്ല പോവുക, ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആയിട്ടാണ് പോവുക. അതായത് മേക്കപ്പ് തുടങ്ങി ഫുള്ള് ഒരു ഗ്രൂമിങ് ചെയ്യാനായിട്ടുള്ള ബ്രൈഡിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ചു. ഇവിടെ കല്യാണ പണിയെല്ലാം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മേക്കപ്പ് തൊട്ട് ആക്സസറീസ് തൊട്ട് ഡ്രസ്സ് കല്യാണം കഴിപ്പിച്ച് ഇവിടുന്ന് എല്ലാ സെറ്റപ്പും. കല്യാണം കഴിപ്പിച്ചു വിടില്ല, അതിന് ഫുൾ സെറ്റപ്പ് ആക്കി ഞങ്ങൾ തരും. ബാക്കി ചെക്കനൊക്കെ അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോളാം അല്ലേ? ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് കയറി വരും. മേക്കപ്പിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഇത് നിങ്ങൾ തന്നെയാണോ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെങ്ങനെയാ? അല്ല, അതിന് വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് ഡ്രൈപ്പിങ്ങും മേക്ക് ഓവറും ഒക്കെ അവരാണ് പറഞ്ഞു തരുന്നത്. സ്റ്റൈലിംഗ് ചെയ്യുന്ന ഐഡിയാസ് ഒക്കെ വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടാണ് ക്ലാസ്. പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ, ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് വന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഈ ആരി വർക്കിനെ കുറിച്ച് ഒന്ന് നോക്കാം. എന്താ ഹാൻഡ് എംബ്രോയിഡറി ആണ്, നമ്മൾ ത്രെഡ് കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് ഇതൊക്കെ. ഇത് ഓരോരുത്തർ ചെയ്തു വെച്ചിട്ടുള്ള വർക്ക്. ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിക്കോളൂ. ഇത് അടിപൊളിയായിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട്. ഇത് അതുപോലെ ഇവിടെയാണോ ആരി വർക്ക്? ഇത് ആരി വർക്ക് ഇപ്പൊ ഒരു കുട്ടി ചെയ്ത് പകുതി നിർത്തിയേക്കുന്നതാണ്. ഓക്കെ, ചായ കുടിക്കാൻ പോയതോ? ഇങ്ങനെ ചെറിയ ഫ്രെയിമിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പഠിപ്പിക്കുക അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ഫ്രെയിം. ഇതാണ് ആരി വർക്കിന്റെ നീഡിൽ അല്ലേ? എന്റെ കയ്യിൽ വന്നിരിക്കുന്നുണ്ട് കാഴ്ച വസ്തുവായിട്ട്. ഇത് ഇവിടെ വന്നിട്ട് വേണം പഠിക്കാനായിട്ടൊക്കെ. ഇത് ഭയങ്കര സ്പീഡാക്കി കൊടുക്കൂലേ? എങ്ങനെയാ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ? സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്ലോ ആയിരിക്കും പിക്ക് ചെയ്യാൻ, പക്ഷെ ഒരു 1 ആഴ്ച കഴിയുമ്പോൾ തന്നെ അവർ നല്ല
പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങും. അതെ, അത് ഇപ്പൊ ഏത് തുണിയിലായാലും അവർക്ക് അത് പഠിപ്പിച്ച് സെറ്റ് ആക്കിയത്. അത് ഇവിടെ സ്കൂളാണല്ലോ, അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ല, എല്ലാം സെറ്റ് ആക്കി കൊടുക്കും. പിന്നെ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത ഫുൾ എംബ്രോയിഡറി എന്ത് രസമായിട്ടാ ചെയ്തിരിക്കുന്ന വർക്കൊക്കെ നോക്കിയേ. അത് ഏത് ബീഡിലായാലും എന്താ പറയുക, ഗ്ലാസ്സിലായാലും മിറർ വർക്ക്, ഫോയിൽ മിറർ വർക്ക്, ഫ്രഞ്ച് നോട്ട് ആയാലും എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ആക്കി കൊടുക്കും. അതേപോലെ അതിന്റെ ഫുൾ വർക്കാണ് ഈ കാണുന്നത്. മീൻസ് ഇതൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണോ, ഇല്ലെങ്കിൽ ഇവിടുന്ന് ഈ അരി വർക്കിനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാതും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 30ഓളം സ്റ്റിച്ചുകൾ പഠിപ്പിക്കുന്നുണ്ട്. എംബ്രോയിഡറിയിൽ തന്നെ 30ഓളം സ്റ്റിച്ചുകൾ വരുന്നുണ്ട്. അല്ല, ഇത് കാണിച്ചു തന്നിട്ട് പറയാം. അങ്ങനെ പറയാം. ഇത് ഫ്രഞ്ച് നോട്ട്, ഇത് നമ്മൾ മിററിൽ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ റിബൺ വർക്ക് വരുന്നുണ്ട്, സാറ്റിൻ വർക്ക് വരുന്നുണ്ട്. അത് റിബൺ വർക്കാണ്. അത് സാറ്റിൻ വർക്ക്, അത് സാറ്റിൻ വർക്കാണ്. പിന്നെ അതേപോലെ ഫ്ലവേഴ്സ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത് സ്പൈഡർ വെബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലവറിന്റെ ടൈപ്പാണ്. പിന്നെ ഇതുപോലെ ഫ്ലവേഴ്സ് ചെയ്യാൻ ഇതേപോലെയൊക്കെ നമ്മൾ സാറ്റിൻ, അങ്ങനെ അത്യാവശ്യമുള്ള എല്ലാതും. ഫ്രഞ്ച് നോട്ട് ഉണ്ട്, ബുള്ളറ്റ് നോട്ട് ഉണ്ട്. അങ്ങനെ ഇവിടെ ഒരാളെന്നൊന്നും പറയണ്ടേ, ഇങ്ങനെ ആരാണാവോ എന്താണാവോ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? ഞാൻ എല്ലാവരുടെ ബൊട്ടിക്ക് എന്ന് പറയാം, നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന ബൊട്ടിക്ക് എന്ന് പറയാം, നമ്മുടെ സ്വന്തം ബൊട്ടിക്ക്. അതിന്റെ ഓണറാണ്, എന്റെ ബ്രദറാണ്. അപ്പൊ ബുട്ടിക്കില് അവിടെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ എങ്ങനെ പോയാലും ഇവിടെ കണക്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാ. അവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ അവിടെ നിന്നോട്ട് നമുക്ക് ഈ ബുട്ടിക്കിൽ നിന്നോട്ട് നിങ്ങൾ എന്താണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ബുട്ടിക്കിൽ നമ്മൾ ഫുൾ ട്രെയിനിങ് കൊടുക്കും. ഇവിടെ നമ്മൾ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിനെല്ലാം ഫുൾ അവിടെ ട്രെയിനിങ്, കസ്റ്റമേഴ്സിന് എങ്ങനെ ഓർഡർ എടുക്കാം, മെഷർമെന്റ് എങ്ങനെ എടുക്കണം, ഫുൾ ഡീറ്റെയിൽ കസ്റ്റമർ സർവീസ് ഫുള്ള് നമ്മൾ പഠിപ്പിക്കും. പിന്നെ ബുട്ടിക് മാനേജ്മെന്റ്, എങ്ങനെ ഡിസ്പ്ലേ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പഠിപ്പിച്ചു. അത് അവിടെ ബുട്ടിക്കിലായിരിക്കില്ല. അപ്പൊ ലൊക്കേഷൻ പറയുമ്പോൾ ഒന്നുകൂടി അടുത്തായി ഇവിടുന്ന് അധികം ദൂരമല്ലേ ഈ MG റോഡ് എന്ന് പറയുന്നത്. കഷ്ടിച്ച് വാക്കിംഗ് ഡിസ്റ്റൻസ് അത്രേ ഉള്ളൂ, അധികം ദൂരമല്ലേ. ഇപ്പൊ നമ്മൾ നിൽക്കണത് വെച്ചാൽ തൃശ്ശൂര് നമ്മുടെ പാസ്പോർട്ട് ഓഫീസിന്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇപ്പൊ ഈ രാംദാസ് എന്ന് പറയുന്നത് ഇവിടുന്ന് അധികം ദൂരമൊന്നും ഇല്ല. ഇനി ഇവിടെ ഒരു മാനിക്യൂനുണ്ട്. ഈ മാനിക്യൂന്റെ വർക്ക് ചെയ്തത് തന്നെയാണ്. വെഡിങ് അറ്റയർ പോലെ ചെയ്തിട്ടുള്ളതാണ്. ഈ വെഡിങ് ഗൗണ് വരെ ഇവിടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കും പെർഫെക്ഷനോട് കൂടിയിട്ട്. അടിപൊളി. പിന്നെ അടിപൊളി വെയിൽ സെറ്റ് ചെയ്യാനും അവരുടെ ടൈല് അതിനകത്ത് വർക്ക് ചെയ്യാനും. ഓ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓർഡർ ആയിട്ടല്ല, പഠിപ്പിക്കല് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇനി പഠിപ്പിക്കല് മാത്രം. ഇവിടെ പഠിപ്പിക്കല് മാത്രമേ ഉള്ളൂ. ഈ ഡോറൊന്നും അടച്ചിട്ട് അവര് പിള്ളേര് അവിടെ പഠിക്കുന്നുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടാവണ്ട. അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ. അപ്പൊ ആക്ച്വലി ഇവിടെ പഠിപ്പിക്കല് മാത്രമല്ലോ, നമുക്കൊരു ഓർഡർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നടക്കില്ല. ഇത് കണ്ടിട്ട് ചിലർ ഓർഡർ കൊടുക്കാം. അതെങ്ങനെയാ വെച്ചാൽ അതിന്റെ ഓണർ അവിടെയാണ് അല്ലേ? അവിടെ എന്തൊക്കെയാ മെയിൻ ആയിട്ട് ഈ ബുട്ടിക്ക് എന്തൊക്കെ ചെയ്യാം? ലേഡീസിന്റെ ഫുൾ ഐറ്റം, ബ്ലൗസ്, ചുരിദാർ, ഫ്രോക്ക്, ഗൗൺ, സ്കേർട്ട്, വെഡിങ് ഗൗണ്, വെഡിങ് ബ്രൈഡൽ വർക്ക്, ബ്ലൗസ്, ഫുൾ എല്ലാ വർക്കും നമ്മൾ ചെയ്തു കൊടുക്കും. ലേഡീസിന്റെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ പഠിപ്പിക്കൽ അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇതുപോലത്തെ ബ്ലൗസുകൾ, സ്റ്റിച്ചിങ് നിങ്ങളാണ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ സ്റ്റിച്ചിങ്ങും കട്ടിങ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ എനിക്ക് തോന്നുന്നത് അവിടെയാണ് വേറെ ഉണ്ട്. അതിനെ കുറിച്ച് നമുക്ക് അവിടെ ചെന്നിട്ട് ചോദിക്കുന്നേക്കാളും മുന്നേ ഈ സ്റ്റിച്ചിങ്ങില് നമുക്ക് ബ്ലൗസ് എത്ര തരം വെറൈറ്റി ഉണ്ട്? ബ്ലൗസിൽ കുറെ ടൈപ്പ് ഉണ്ട്. നോർമൽ കട്ട് ഉണ്ട്, ക്രോസ് കട്ട് ഉണ്ട്, പ്രിൻസസ് കട്ട് ഉണ്ട്, കട്ടോരി ബ്ലൗസ് ഉണ്ട്. പിന്നെ അല്ല, ബേസിക് ആയിട്ടുള്ള കട്ടിങ് ഈ 4 പിന്നെ വരണത് സബ്യാസച്ചി കട്ടാണ്. നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ഈ എല്ലാ ടൈപ്പും പഠിപ്പിക്കുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ട് നല്ല ബ്രൈഡൽ വർക്കിനൊക്കെ നമ്മൾ ചെയ്യുന്നത് കൂടുതൽ പ്രിൻസസ് കട്ടാണ്. അതും പാഡഡ് ബ്ലൗസ് ആണ് കൂടുതൽ ചെയ്യാറ്. അപ്പോൾ ആ വർക്കും കാര്യങ്ങളൊക്കെ നല്ല ഫിറ്റിംഗ്, ബാക്കിലൊക്കെ നല്ല ഇറക്കിയൊക്കെ നെക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പാഡഡ് ബ്ലൗസ് യൂസ് ചെയ്യാം. ബാക്കിൽ ഇറക്കുമ്പോൾ ഷോൾഡർ നമുക്ക് കറക്റ്റ് ഇങ്ങനെ വീണ് പോവാണ്ട് അതൊക്കെ കറക്റ്റ് പഠിപ്പിക്കണമെങ്കിൽ അതൊക്കെ ഇവിടെ വന്നാൽ മതി. മെയിൻ ആയിട്ട് പ്രിൻസസ് കട്ടാണ് നമ്മൾ ബ്രൈഡൽസിന് റെഫർ ചെയ്യാറ്. ഫിറ്റിംഗ് ഏറ്റവും കൂടുതൽ എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ബ്ലൗസും ഫിറ്റിംഗ് ഇതായിരിക്കും. പിന്നെ ഓരോരുത്തരുടെ ബോഡി ഷേപ്പ് അനുസരിച്ചായിരിക്കും നമ്മൾ കട്ടിങ് ഏതാ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മെലിഞ്ഞ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പാഡ് വെച്ചിട്ട് പ്രിൻസസ് കട്ടായിരിക്കും റെഫർ ചെയ്യുക. തടിയുള്ളവർക്ക് കട്ടോരി ബ്ലൗസ്. ഇനി ഇതിന്റെ ഉള്ളിൽ എന്താ സംഭവം എനിക്കറിയില്ല, കുറെ തുണികളൊക്കെ കാണുന്നുണ്ട്. എന്താ സംഭവം ഇതിന്റെ ഉള്ളിൽ? ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൊട്ടീക്കിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഷെൽഫ് അറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതുപോലെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഫോട്ടോഷൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൊബൈലൊക്കെ വെച്ച് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എങ്ങനെയാണ് ചെയ്യാമോ, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റാൻഡൊക്കെ വെച്ച് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്,
പ്രൊഡക്റ്റ് എങ്ങനെ ഫോട്ടോഗ്രാഫി ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ പഠിപ്പിക്കുന്നത്. പിന്നെ തിയറി ക്ലാസ്സിൽ കുറച്ച് പോർഷൻസ് നമ്മൾ ഇതിലായിട്ട് പഠിപ്പിക്കുന്നത്. നമ്മള് ഇതിൽ വെച്ച് പഠിപ്പിക്കുന്നതാണ്. പിന്നെ ഇവിടെയും കുറച്ച് ബ്ലൗസ് ഇതും നമ്മുടെ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള തന്നെയാണ്. നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ഇത് നമ്മുടെ സ്റ്റുഡൻസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഇവിടെയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള വർക്കുകൾ. ഇതാണെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും ഈ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒക്കെ സ്റ്റുഡൻസ് തന്നെയാണ്. കുന്തൻ സ്റ്റോൺ ഉണ്ട്. ഞാൻ വർക്ക് ഒന്ന് എടുത്തോ, കാരണം എന്താ വെച്ചാൽ ഈ വർക്കാണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ വരുന്നത്. ഇതൊക്കെ ആര്യ വർക്കാണ്. ഈ വർക്കൊക്കെയാണ് ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചോ, മീൻസ് നോട്ട് ചെയ്തോ, പെർഫെക്ഷൻ ആണ് നോക്കേണ്ടത്. ആ ഒരു പ്രിൻസസ് കട്ടിന്റെ ഒരു പെർഫെക്ഷൻ, പ്രിൻസസ് കട്ടിന്റെ കറക്റ്റ് ആ ഒരു പെർഫെക്ഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പൊ തന്നെ ഊഹിക്കാം ഒരു ഇതിലാണ് ഇത്ര ഭംഗിയില്ല, നമ്മളൊക്കെ ഇട്ട് വരുമ്പോ എന്ത് രസമായിരിക്കും ആലോചിച്ച് നോക്കിയേ. എന്തായാലും ഒരെണ്ണം എനിക്ക് തയ്പ്പിച്ചു തരാം. എന്താ തയ്ച്ചു തരാ? ബ്ലൗസ് ആണോ ചുരിദാറാണോ ഏതാ വേണ്ടെന്ന് വെച്ചാൽ ഇട്ടിട്ട് ബാക്കി റെക്കമെൻഡ് ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഇതാരെ ഈ പ്രസാദ് എന്ന് പറയുന്നത്? റാം പ്രസാദ്, രാഹുൽ പ്രസാദ്, രണ്ടുപേരും ഓണേഴ്സ് ഡയറക്ടേഴ്സ് ആണ്. ഓ, നിങ്ങളുടെ ക്യാബിനാണോ? ഓക്കെ. പ്രസാദ്, രാം പ്രസാദ്, രാഹുൽ പ്രസാദ്. പ്രസാദ് അച്ഛന്റെ പേരാണ് അല്ലേ? പ്രസാദ് ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും ഉണ്ട്. രാജേന്ദ്ര പ്രസാദ്, അമ്മയുടെ ബ്രദർ ആണെങ്കിൽ രാജേന്ദ്ര പ്രസാദ്. പ്രസാദ് ഒരു ഫാമിലി. ഓ, അങ്ങനെയാണ്. ശരിക്കും നിങ്ങൾ ഇവിടുത്തെ കാര്യമല്ലേ? ജനിച്ചു വളർന്നൊക്കെ തൃശ്ശൂർ തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ 4 generations ബാക്ക് തമിഴ്നാടായിരുന്നു. ഞങ്ങള് 4 generations ആയിട്ട് ഇവിടെ. നിങ്ങള് 2 ബ്രദേഴ്സ് മാത്രമേ വേറെ ഇല്ല? ഇപ്പൊ മിസ്സിനെ കണ്ടത് ആര്യോ വൈഫാണോ? ഇനി വേറെ ആര്യ വൈഫാന്ന് പറയണ്ടെന്ന്, എന്റെ തന്നെ വൈഫാണ്. എല്ലാവരും ഫാഷൻ ഡിസൈനേഴ്സ് തന്നെയാണ് ഇതില് ഫുള്ള്. ഗ്രാജുവേഷൻ കഴിഞ്ഞൊക്കെ ഫാഷൻ ഡിസൈനിങ് തന്നെയാണ്. ആള് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ടുള്ള, ബ്രദറും ഫാഷൻ ഡിസൈനിങ് ആണ്. ആള് ഫസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് പിന്നെ ഫാഷൻ ഫീൽഡിലേക്ക് വന്ന ആളാണ്. നിങ്ങളൊക്കെ പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചിട്ട് ഇത് പിന്നെ ഞങ്ങൾക്ക് ഇത് ടേസ്റ്റ് കിട്ടാൻ കാരണം എന്റെ അമ്മ ഫാഷൻ ഡിസൈനറാണ്. എവിടെ നമ്മുടെ ശരിക്കും മുതലാളി വർക്കിലാണ്. ഓക്കെ, പിന്നെ കാണാം നമുക്ക്. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡ് നമുക്ക് ഇവിടെയും ഒരു എൻട്രൻസ്. സ്വിംഗ് റൂം. അതിന് മുന്നേ ഈ ചുരിദാർ കട്ടിന്റെയും നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഇത് സ്കേർട്ടും അതുപോലെ തന്നെ ഇത് ചുരിദാർ കട്ട്, മീൻസ് സ്ട്രെയിറ്റ് ഫിറ്റിന്റെ. ഇത് സ്കേർട്ടിൽ തന്നെ പലതരം ഉണ്ടാവുമല്ലോ. നമുക്ക് സെമി ഫ്ലെയർ ഉണ്ട്, ഫുൾ ഫ്ലെയർ ഉണ്ട്, അംബ്രേല ഉണ്ട്, അതെ, ബോക്സ് ഫ്ലീറ്റ് വരുന്നുണ്ട്, സാധാ ഫ്ലീറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് നോർമൽ ടോപ്സ് ആണ്. എല്ലാം നമുക്ക് ഹിഡൻ ഇൻവിസിബിൾ സിബ് ഒക്കെ എങ്ങനെ വെക്കാം, അതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു തരും. കുറച്ച് ക്ഷീണമായി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഈ ഇരിക്കുന്ന സ്പേസ് ആയിരിക്കും നമുക്ക് സ്റ്റുഡൻസിനുള്ള തന്നെയാണ്. അവർക്ക് ടിവിയിൽ അവരുടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ. ഈ ഫീലിംഗ് എന്തിനാന്ന് മനസ്സിലായ? നിങ്ങളൊരു പഠിക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ചിന്ത വേണം, നിങ്ങളൊരു മുതലാളിയാണ്, മുതലാളി ആവാൻ പോണതാണ്. നിങ്ങളുടെ മനസ്സിലാ വേണം ഈ ഒരു ബുട്ടിക്ക് നടത്തുമ്പോൾ നിങ്ങൾ ഇതേപോലെ സെറ്റപ്പ് ചെയ്യണം. അതിലാണ് ഈ ഒരു ലക്ഷറി രീതിയിലുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ പോവാം. ഈ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിലാണ് അല്ലേ? ഓക്കെ, നമുക്ക് ഇനി ഇതിലേക്ക് കടക്കാം. സ്വിങ് മെഷീൻ. ആഹാ, അടിപൊളി. സ്വിങ് മെഷീൻ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇവിടെയാണ് ശരിക്കും സ്റ്റിച്ചിങ്. സ്വിംഗ് ലാബ്. ഓക്കെ, ഇതൊക്കെ ഒരു ഇതിന്റെ ആണല്ലോ കമ്പനിയുടെ. ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന. ഇതിപ്പോ സാധാരണ ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്നത് നോർമൽ മെഷീനാണ്. പിന്നെ അഡ്വാൻസ്ഡ് മെഷീനാണ് നമുക്ക് വരുന്നത്, പവർ മെഷീൻ. അതാണ് അവിടത്തെ മെഷീൻ വരുന്നത് അല്ലേ? അപ്പൊ ആദ്യം ഇവിടുന്ന് തുടങ്ങിയിട്ടാണ്. ആദ്യം ഇതിൽ പഠിക്കുക, അത് കഴിഞ്ഞ ശേഷം അപ്ഗ്രേഡ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി എന്ന് പറഞ്ഞു. ഇതും ജാക്കിന്റെ മെഷീനാണ്. ഓക്കെ, നമ്മള് പ്രൊഫഷണൽസ് ഒക്കെ ചൂസ് ചെയ്യുന്ന ജാക്കിന്റെ മെഷീൻസ് ആണ്. ഓക്കെ, അത് കൂടാണ്ട് ഇതെന്താ സംഭവം? നമ്മുടെ ഇത് ഓവർലോക്ക് മെഷീനാണ്. എഡ്ജസും കാര്യങ്ങളൊക്കെ നീറ്റ് ആയിട്ട്. ഇത് ഞാനിത് എടുത്ത് ചോദിച്ചതിന്റെ റീസൺ ഇതാണെന്ന് വെച്ചാൽ എഡ്ജ്, അതുപോലെ തന്നെ എങ്ങനെ ഹുക്ക് പിടിപ്പിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സുകൾ വരെ ഇവിടെ പഠിപ്പിച്ചു. കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അതിനൊരു ബോക്സ് എന്തൊക്കെ വേണം എന്നുള്ളത് അല്ലേ? ഫുൾ ബേസിക്സ് തൊട്ടാണ് പഠിപ്പിക്കുക. എല്ലാം ഒന്നും മിസ്സാവില്ല നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. വന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. അതുപോലെ തന്നെ എത്ര എലവൻസ് ഇടണം, സീലൈൻസ് എത്ര വേണം. ഇത് ഇപ്പൊ ഇവിടെ നമ്മുടെ സ്റ്റിച്ചിങ് എങ്ങനെ, അതുപോലെ തന്നെ നൂല് കോർക്കാൻ അറിയാത്തവർക്ക് വരെ ഇവര് നൂല് ഉറപ്പായിട്ടും. അതാണ് ഇവിടെ ആദ്യം ഫസ്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നൂല് കോർക്കാനേ പഠിപ്പിച്ചു തരാം അല്ലെ? അതെ, ഫസ്റ്റ് സ്റ്റിച്ചിങ് ലാബിൽ കയറി കഴിഞ്ഞാൽ, സ്വിംഗ് ലാബിൽ കയറി കഴിഞ്ഞാൽ നൂല് കോർക്കാനേ പഠിപ്പിക്കാം. നൂലില്ലാണ്ട് പെഡൽ ചെയ്ത് പഠിപ്പിക്കും. അതിനുശേഷമാണ് നൂലിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച്. ഞാൻ ഒരു കാര്യം ഇതിൽ നോട്ട് ചെയ്തത്, എല്ലാതും ഒരു കളറിലുള്ള ഡ്രസ്സുകളാണ് ഇവിടെ ഇവര് തയ്ക്കണതും ഒരു കളറും. ഇത് നമ്മള് പഠിപ്പിക്കുമ്പോ
ഒരേ കളറിലുള്ള തുണിയാണ് പഠിപ്പിക്കുക. അത് അവർക്ക് ഭാവിയിൽ അവർക്ക് റെക്കോർഡിങ് കാര്യങ്ങൾ ചെയ്തിട്ട് സൂക്ഷിച്ചെടുത്ത് വെക്കുമ്പോഴും ഈ സാധനം അവർക്ക് മിസ്സായി പോവില്ല. ബാക്കി പല കളേഴ്സൊക്കെ യൂസ് ചെയ്യാൻ അവർ സ്വയം യൂസിന് എടുക്കും. പിന്നെ ആ സാധനം മാറും, പാറ്റേൺ മാത്രം ഉണ്ടാവും, എന്താ ചെയ്തതെന്ന് ഐഡിയ ഉണ്ടാവില്ല. ഇതാകുമ്പോ അവര് വേറെ യൂസ് ചെയ്യില്ല. അല്ല, ഇതപ്പോ ഓരോ കുട്ടികൾ കൊണ്ടുവരുന്ന തുണികളാണ് അത്, അവർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവര് തന്നെ ഇത് കൊണ്ടുപോകും. അതെ, ഇതിപ്പോ നമ്മള് കുട്ടികൾ ചെയ്തതിന്റെ ഓരോ സാമ്പിൾ ഇട്ട് വെച്ചേക്കാണ്. ബ്ലൗസ് തുടങ്ങി ഗൗണ് വരെ നമ്മൾ ഈ തുണി തന്നെ ചെയ്യാം. എന്നിട്ട് അവരത് അവരുടെ വീട്ടിൽ കൊണ്ടുപോകും. പിന്നെ റെക്കോർഡ് ഉണ്ടാവും, റെക്കോർഡ് കുറെ പഠിക്കാനോ എഴുതാനൊക്കെ ഉണ്ടാവും അല്ലേ. അത് എടുത്തിട്ട് വരുമോ? അപ്പൊ അത് എടുത്തിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ആണ് നമ്മുടെ പാറ്റേൺ റെക്കോർഡ്. ഇതല്ലേ, ഇതാണ് പാറ്റേൺ റെക്കോർഡ്. ഓക്കെ. ഇതിപ്പോ ടോപ്പിന്റെ അതുപോലെ സ്ലീവ്, ബ്ലൗസ്, ഇത് എലൈൻ ടോപ്പാണ്. ഓക്കെ. അങ്ങനെ ഇതിപ്പോ ഒരു കുട്ടിയുടെ പാറ്റേൺ റെക്കോർഡ്. ഇത് ഓരോ കുട്ടികളുടെ ആണ്, ഓരോ കുട്ടികളുടെ പാറ്റേൺ റെക്കോർഡാണ്. എല്ലാവരും ഇതേപോലെ ചെയ്യും. എന്നിട്ട് അവർ സൂക്ഷിച്ചു വെക്കും. മെഷർമെന്റ്സ് ഉണ്ടാവും. നമുക്ക് ലൈഫ് സൈസ് പാറ്റേൺ ഇടാം. നമ്മൾ സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പറയുന്നത് ചെറിയ സ്കെയില് കുറച്ചിട്ടാണ് ചെയ്യുക. നമ്മള് ലൈഫ് സൈസ് പാറ്റേൺ ആണ് ചെയ്യുക. എന്നിട്ട് എടുത്തു വയ്ക്കും. എന്നിട്ട് ഈ പാറ്റേണിലാണ് നമ്മൾ ആ കാണുന്ന ആഷ് കളർ തുണിയിൽ സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഇപ്പൊ നമ്മളൊരു 10 കൊല്ലം ചിലപ്പോൾ എന്തെങ്കിലും വേറെ വല്ല ഗവൺമെന്റ് ജോലി കിട്ടി പോവേ എന്തെങ്കിലും ഈ ഫീൽഡായിട്ട് ടച്ച് വിട്ടു പോയി കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ റെക്കോർഡും അവർ തയ്ച്ചു വെച്ച ആ തുണി ഉണ്ടെങ്കിൽ ജസ്റ്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പണ്ടത്തെ എല്ലാ ഓർമ്മകളും തിരിച്ചു വരും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഗവൺമെന്റ് ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, വീട്ടില് വെറുതെ ഇരിക്കണ്ട, കുട്ടിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്നൊരു ചിന്ത വരുമ്പോ ഈ ഒരു ഫയൽ ഇങ്ങനെ ഒന്ന് തുറന്ന് ഇങ്ങനെ ഒന്ന് അപ്പൊ തന്നെ ഫുൾ മൈൻഡില്. അത് പറഞ്ഞത് സത്യമാണ് കേട്ടോ. അതിന്റെ എത്രയോ കൊല്ലത്തെ മെമ്മറീസ് ഞാൻ ഇടയ്ക്കൊന്നും ഇങ്ങനെ നമുക്ക് മിഷനിൽ ഇരിക്കാൻ നേരം ഇല്ലെങ്കിലും ഇതൊക്കെ എന്ന് പറയുമ്പോ ഇത് നമുക്ക് സ്വന്തമാണ്. നമ്മൾ പഠിച്ചിരിക്കാതെ ശരിക്കും അല്ല, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയണത്. കൈത്തൊഴിൽ എപ്പോഴും ഉള്ളത് നല്ലതാണ്. ഏത് ജോലിക്ക് പോയാലും ഒരു കൈത്തൊഴിൽ നമുക്ക് അറിഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇനി കൈത്തൊഴിൽ എന്ന് പറഞ്ഞാൽ ഇതിന് ഇപ്പൊ പഠിക്കുന്നതിന് 10ാം ക്ലാസ് കഴിയണോ, ഡിഗ്രി കഴിയണോ, +2 കഴിയണോ, എങ്ങനെയാണ് ഇങ്ങോട്ട് വരേണ്ടത്? അതായത് നമ്മൾ 3 കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ. ഒന്ന് 1 ഇയർ കോഴ്സ്, പിന്നെ അതിന്റെ 6 മന്ത്സ് കോഴ്സ്, പിന്നെ 3 മന്ത്സ് കോഴ്സ്. 1 ഇയറിൽ വരുന്നത് ഇന്റർനാഷണൽ ഡിപ്ലോമയാണ്. അത് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ 6 മാസത്തിന്റെ ബൊട്ടിക് മാനേജ്മെന്റും 10ാം ക്ലാസ് കഴിഞ്ഞവർ തരാം. 10ാം ക്ലാസ് കഴിഞ്ഞാൽ മതി. 10ാം ക്ലാസ് കഴിഞ്ഞാൽ മതി. പിന്നെ 3 മാസത്തിന്റെ കോഴ്സ് ഉണ്ട്. അതിന് വിദ്യാഭ്യാസം ഇല്ല, ക്വാളിഫിക്കേഷൻ ഇല്ല. 3 മാസത്തെ ടൈലറിംഗ് കോഴ്സാണ്. അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പാറ്റേൺ മേക്കിംഗ് ഉണ്ടാവും, കട്ടിങ്, പിന്നെ സ്റ്റിച്ചിങ് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ബ്ലൗസ് തൊട്ട് വെഡിങ് ഗൗൺ വരെ ആ 3 മാസത്തെ കോഴ്സിലുണ്ട്. അത് പ്യുവർലി കട്ടിങ് സ്റ്റിച്ചിങ് മാത്രമായിരിക്കും. വേറെ ഫാഷനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും അതിൽ പഠിപ്പിക്കില്ല. ഫാഷൻ ബുട്ടിക്ക് ആ രീതിയിൽ കുറച്ചുകൂടി ഇന്റർനാഷണൽ ലെവലിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് 1 ഇയർ കോഴ്സ്. അതിൽ 1 ഇയർ കോഴ്സിൽ 10 മാസം നമ്മൾ ഇവിടെ പഠിപ്പിക്കും. 2 മാസം നമ്മൾ നമ്മുടെ സ്വന്തം ബുട്ടിക്കിൽ ട്രെയിനിങ് കൊടുക്കും. ഇവിടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ കസ്റ്റമർ എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യണം. കസ്റ്റമർ വരുമ്പോൾ അവരുടെ നിറത്തിനും ഹൈറ്റിനും വെയിറ്റിനൊക്കെ അനുസരിച്ച് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും, അവരുടെ തുണി ഏതാണ് അവർക്ക് ചേരുന്നത്, ഒക്കേഷൻ എന്താണ്, ബ്രൈഡൽ വെയർ ആണോ, പാർട്ടി വെയർ ആണോ, നോർമൽ യൂസ് ആണോ, ഒക്കെ നമുക്ക് ഒരു കസ്റ്റമറായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊടുക്കും. അതെ. പിന്നെ അവർക്ക് എന്ന് പറയുമ്പോൾ പഠിച്ചിറങ്ങി ഒരു കടയിലേക്ക് ഡയറക്റ്റ് ജോലിക്ക് പോകുന്ന ഒരു ഫീലിംഗ് ആവില്ല ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് പോകുമ്പോൾ. കാരണം അവർ ഓൾറെഡി ഇതായിട്ട് പ്രാക്ടീസ് ആയിട്ടുണ്ടാവും. അപ്പോൾ വേറൊരു കടയ്ക്ക് ജോലിക്ക് പോകുകയാണെങ്കിലും സ്വയം തുടങ്ങുകയാണെങ്കിലും അവർക്കൊരു ഫ്രഷറിന്റെ ഒരു അപ്പിയറൻസ് ആവില്ല. ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മൾ മെഷർമെന്റ് എടുക്കാൻ പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും, ഹെമ്മിങ് എല്ലാം. അതായത് ഒരു കട എങ്ങനെ നടത്തിക്കൊണ്ടു പോകണം, ഒറ്റയ്ക്ക് ഇരുന്ന് വേണമെങ്കിൽ മുതലാളിയായിരുന്നാലും നമ്മൾക്ക് തൊഴിൽ അറിഞ്ഞിരിക്കണം, എന്നാലാണ് ഒരു കട ഇട്ടിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ 1 മാൻ ഷോ വേണോ അന്ന് അതുണ്ട്. അതിനുള്ള പ്രാക്ടീസ് ആണ് നമുക്ക് ഇവിടെ എല്ലാം ചെയ്ത് കൊടുക്കണം. അപ്പൊ 3 മന്തിന്റെ ആണെങ്കിൽ നമുക്ക് ബേസിക് ആണ്, 6 മന്തിന്റെ ആണെങ്കിൽ നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് പ്രൊഫഷണൽ ആയിട്ട് രീതിയിൽ നമുക്ക് അത് ഫ്രീ ആണ്. അതുണ്ട്, ഒക്കെ ഫ്രീ ആണ്. പിന്നെ 1 ഇയർ കോഴ്സിൽ സ്വിങ് മെഷീൻ ഫ്രീ ഉണ്ട്. 6 മന്ത്സ് കോഴ്സിൽ സ്വിങ് മെഷീൻ ഫ്രീ ഇല്ല, പക്ഷെ ടൈലറിംഗ് കിറ്റ് ഫ്രീ ഉണ്ട്, എംബ്രോയിഡറി കിറ്റ് ഫ്രീ ഉണ്ട്. 3 മാസത്തിന് ടൈലറിംഗ് കിറ്റ് ഇതുപോലെ സ്റ്റൈലിഷ് ഒക്കെ ആവാം എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? ഇലസ്ട്രേഷൻ ജസ്റ്റ് നമ്മൾ എടുത്തു വെച്ചു നമ്മൾ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെയാണ് ഈ പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പാറ്റേൺ എന്നൊക്കെ പറയുന്നത് നമുക്ക് പ്രിൻസസ് കട്ട് അല്ലേ? ഇത് പ്രിൻസസ് കട്ട് ബ്ലൗസിന്റെ പാറ്റേൺ ആണ്. ഇത് ബാക്ക് പോർഷൻ, ഇത് ഫ്രണ്ട്. ഈ ബാക്ക് പോർഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇതിനും ഈ നോർമൽ ബാക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി
അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അപ്ഗ്രേഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അതായത് നമുക്ക് ബേസിക്സ് ആയിട്ട് വരുന്ന ബാക്ക് പോർഷൻസ് സെയിം ആയിരിക്കും ഓൾമോസ്റ്റ്. ഫ്രണ്ടിലാണ് നമുക്ക് കട്ടിങ്ങിന് ഡിഫറൻസ് വരാം. ഫ്രണ്ടിൽ ഇതിപ്പോ പ്രിൻസസ് കട്ടിന്റെ ആണ്. നമുക്ക് നോർമൽ കട്ടിന്റെ വേറെ പാറ്റേൺ ഉണ്ട്. നോർമൽ കട്ടിന്റെ പാറ്റേൺ വരുമ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതൊരു കുട്ടീനെ അടിച്ചു മാറ്റാട്ടോ. എല്ലാം കുട്ടികൾ ചെയ്ത് തന്നെ. എല്ലാ കുട്ടികൾക്കും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ഫൈല്. ഇതിപ്പോ നോർമൽ കട്ടാണ് ബ്ലൗസ്. ഇതിനകത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആ കുട്ടി ചെയ്തിട്ടുള്ള മെഷർമെന്റ്. അതിന്റെ ബാക്ക് പാറ്റേൺ. ഇത് ബ്ലൗസിന്റെ വേസ്റ്റ് ബാൻഡ്. ഇത് നോർമൽ കട്ട് ബ്ലൗസിന്റെ ഫ്രണ്ട് പോർഷൻ. ഇത് ടക്ക് ഇടാനുള്ളതും വേസ്റ്റ് ബാൻഡ്. നമ്മളിങ്ങനെ ടക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ എത്തും, കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ഫിറ്റ് ആവും. അപ്പൊ എല്ലാം പെർഫെക്ഷനോട് കൂടിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ സ്ലീവിന്റെ പാറ്റേൺ അങ്ങനെ ഓരോന്നിനും നമുക്ക് പാറ്റേൺസ് സെപ്പറേറ്റ് വരും. അതിന്റെ മെഷർമെന്റ്സ് ഈ മെഷർമെന്റ് ഒക്കെ കുട്ടികൾ തന്നെയാണോ? അവരവരുടെ മെഷർമെന്റ് തന്നെയാണ്. അവരവര് തന്നെ എങ്ങനെ എടുക്കാൻ പറ്റും? ഹെൽപ്പ് ചെയ്യും. ഈ സ്റ്റുഡന്റ് മറ്റേ കുട്ടിയുടെ എടുക്കും. അങ്ങനെ ഇപ്പൊ ഓൺലൈൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇപ്പൊ ഓൺലൈൻ ഇല്ല. ഇപ്പൊ നമ്മള് ഓഫ്ലൈൻ ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഭാവിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഈ കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൈഡൻസോട് പഠിക്കുമ്പോഴേ അതിന്റെ ഒരു പെർഫെക്ഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓൺലൈനേക്കാൾ കൂടുതൽ പെർഫെക്ഷൻ നേരിട്ട് വരായിരിക്കും. പിന്നെ ലിമിറ്റഡ് സീറ്റ് ഉള്ളൂ. പിന്നെ അത് ഓഗസ്റ്റ് ഫസ്റ്റിലായിരിക്കും അഡ്മിഷൻ തുടങ്ങുക. അപ്പൊ അതിന് മുന്നേ അഡ്മിഷൻ തുടങ്ങല്ല, ക്ലാസ് തുടങ്ങാം. അഡ്മിഷൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എപ്പോ നിങ്ങൾ വീഡിയോ കാണണം അപ്പൊ വിളിച്ചോ. ഇനി ഇപ്പൊ നിങ്ങൾ ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഒക്ടോബറിലാണ് ഇത് കാണുക. അയ്യോ എന്റെ സമയം നഷ്ടമായി, എനിക്ക് ഇനി കോഴ്സിന് ചേരാൻ പറ്റുമോന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റിക്കാം. കാരണം എന്താ വെച്ചാൽ ഈ 2 മാസത്തെ നമ്മളെ പോയ ക്ലാസ്സുകൾ എടുത്തു തരില്ലേ? ഉറപ്പായിട്ടും കുറച്ച് എക്സ്ട്രാ അവേഴ്സ് ഇരുന്നാൽ മതി. നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് എക്സ്ട്രാ പോർഷൻസ് കവർ ചെയ്ത് തരും. അപ്പൊ നമ്മൾ ഓഗസ്റ്റിൽ തന്നെ അല്ല, എല്ലാ കൊല്ലം ഓഗസ്റ്റിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ജൂൺ ജൂലൈയിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. ഇനിയിപ്പോ എങ്ങാനും ലേറ്റ് ആയാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ഫ്യൂ അവേഴ്സ്, ഒരു 1-2 മണിക്കൂർ ഒരു ദിവസം കൂടെ ഇരുന്നാൽ തന്നെ ഒരു 1-2 മാസം കൊണ്ട് നമ്മള് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും നടക്കുന്നേ അല്ലേ? പിന്നെ എന്താണ്, പിന്നെ ഈ ഒരു ഏരിയ പിന്നെ എന്താ വരുന്നത്? എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നൂലൊക്കെ അടിപൊളിയായിട്ട് നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ എവിടുന്ന് എടുത്തിട്ട് ആവശ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഇനി ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്പേസ് ആണല്ലോ. റീഡിംഗ് സ്പേസ് ആണ്. റീഡിംഗ് സ്പേസാ. നമുക്ക് ഇരുന്ന് ബുക്ക് വായിക്കാനും ആ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് ആ ഒരു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കുറച്ച് നേരം സംസാരിക്കാനും, രാവിലെ കുറച്ച് നേരത്തെ വന്നിരുന്ന് സംസാരിക്കാനും, ഡിസൈനും കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, കുറച്ച് കുശുമ്പും കുറിച്ച് പറയാന്ന് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, നീ ഇന്ന് എന്താടി തയ്ച്ചത്? ഞാൻ ഇതാണോന്ന് തയ്ച്ചത്, ഇങ്ങനെ മെഷർമെന്റ് എടുത്തപ്പോ ശരിയായില്ലടി. ഇതൊക്കെയാണ് ഇവിടെ ഇരുന്ന് പറയണ കാര്യങ്ങൾ. മാഷ്മാരെ പറ്റി കുറ്റം പറയണ്ടേ? മാഷ്മാരെ കുറിച്ചിട്ട് ടീച്ചറിനെ കുറിച്ചൊക്കെ കുറ്റം പറയാനുള്ള സ്ഥലങ്ങളാണ് എന്തായാലും ഈ ഒരു ഏരിയ വരുന്നത്. എന്തായാലും മൊത്തത്തില് ഹാപ്പിയായി ഞാൻ. എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഇത്ര നാൾ പല സ്റ്റേറ്റിൽ പോയിട്ട് വിലക്കുറവിന് തുണികൾ 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ 20 രൂപ തുണി എങ്ങനെ 10,000 50,000 രൂപ ആക്കി എടുക്കാൻ പറ്റും, എങ്ങനെ വിൽക്കാം? ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ നമ്മുടെ ക്ലാസ് റൂംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചിട്ട റൂംസും കാര്യങ്ങളൊന്നും അല്ല, എല്ലാം ഓപ്പൺ ആയിട്ട്. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് സേഫ് ആണ്, ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇഷ്ടപ്പെട്ടു. അതായത് മൊത്തത്തില് ഒരു നേച്ചർ തന്നെയുള്ള ഓർഗനൈസ് ചെയ്തതും പിന്നെ ബുദ്ധനെ വെച്ചിട്ടുള്ളത് കൂടുതൽ നിങ്ങള് നന്നായിട്ടുണ്ട് ചെയ്തിട്ടുള്ള വർക്കൊക്കെ. എനിക്ക് മൊത്തത്തിൽ എനിക്ക് ഇവരുടെ ആംബിയൻസ് ഇഷ്ടമായി. ആംബിയൻസ് പറഞ്ഞാൽ നമ്മൾ ഈ തൃശ്ശൂർ ലൊക്കാലിറ്റി ആ ആംബിയൻസ് അല്ല, നമുക്ക് ഏത് ലൊക്കാലിറ്റി ആയാലും വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു ശാന്തത. സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോകുന്ന ഒരു ഫീലിംഗ് ആവില്ല. വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഹോബി അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാ ടൈം നമുക്ക് നല്ല രീതിയിൽ. ഒരു മിനിറ്റ്, നിങ്ങളിവിടെ നിർത്തിക്കൊണ്ടല്ല ചോദിക്കുന്നത്, ഞാൻ ഈ കുട്ടിയോട് തന്നെ ചോദിക്കട്ടെ. കുട്ടിയെ തോന്നിയില്ല ഞാൻ വരണോണ്ടപ്പോ. എത്ര നാളെ ഇവിടെ പഠിക്കാൻ? 3 മാസത്തെ കോഴ്സ് ചെയ്യുന്നത്. നല്ല സ്പോട്ടായിട്ട് തയ്ക്കുന്നുണ്ടല്ലോ. ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റിച്ചിങ് ഒന്നും കൂടി പഠിക്കാൻ വേണ്ടിട്ട് പഠിക്കും 3 മാസത്തെ. എന്തൊക്കെ ഇവിടെ മെയിൻ ആയിട്ട് പഠിപ്പിച്ച്? ഇവിടെ ഇപ്പൊ മറ്റേ സ്ലിറ്റ് കട്ട് ചെയ്യലതിന്, പിന്നെ ആലിയ കട്ട് അങ്ങനത്തെ ഒക്കെ പഠിപ്പിച്ചു. പിന്നെ പാന്റുകൾ കുറെ ടൈപ്പ്, പിന്നെ സ്കേർട്ടിന്റെ ഒക്കെ പഠിപ്പിച്ചാര്. എങ്ങനെ ശരിക്കും പഠിപ്പിക്കണ്ട? ചേട്ടൻ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളാനൊക്കെ നന്നായി പഠിപ്പിച്ചു തരാറുണ്ട്. ചേട്ടൻ ചേച്ചിയൊക്കെ നന്നായി നല്ല ഹെൽപ്ഫുൾ ആണ് അല്ലെ എല്ലാ കാര്യത്തിന്. ഓക്കെ, ഇനി ഇത് സ്റ്റാർട്ടപ്പ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ പെഡല് പഠിപ്പിക്കാന്ന് പറയും, പെഡലടിച്ച് പഠിപ്പിക്കുക. അതാണ് ഇപ്പൊ പഠിപ്പിച്ചോണ്ടിരിക്കണേ. നൂല് ഇടാൻ അറിയോ? കോർക്കാൻ അറിയോ? നൂലിടാൻ അറിയാം. പിന്നെ എന്തൊക്കെ അറിയാം? ചോട്ടി വരുന്ന എനിക്ക് കണ്ടപ്പോൾ തോന്നി ഇത് സ്റ്റാർട്ടപ്പാണ്, അത് കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്താണ്. അപ്പോൾ ഏത് രീതിയിലുള്ള കുട്ടികൾ. പിന്നെ അങ്ങനെയല്ല, കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തർ പിക്കപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവർ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിച്ചിരിക്കും. അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്. ഇൻട്രസ്റ്റ് ഇല്ലേ പോലെ ചവിട്ടാന്നാ നന്നായിട്ടൊന്ന് ചവിട്ടി കാണിച്ചു കൊടുത്തത് നോക്കട്ടെ എങ്ങനെയാന്ന് ചവിട്ടാന്ന്. എന്നാൽ ആയി വരണേ ഉള്ളൂ, ആള് സെറ്റായി വരണം. എന്തായാലും
ഇനി ഒരു ഭാവിയിൽ ഒരു ബുട്ടിക്ക് ഓണറായിട്ട് നമുക്ക് കാണാം എവിടെയെങ്കിലും. എന്നെ വിളിച്ചോളൂ കേട്ടോ. എവിടെ തൃശ്ശൂർ ഉണ്ടാവില്ലേ? എന്താ പേര്? മാളവിക. മാളവിക. എവിടെ സ്ഥലം ശരിക്കും വരുന്നത്? തൃപ്തിയാർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 1 hour ഉണ്ട് ഇവിടുന്ന്. അവിടെ നിന്നാണ് ഇവിടെ വരെ വന്നിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും അധികം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിട്ടും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഈ കുട്ടി വരണമെന്നുണ്ടെങ്കിൽ അതും 1 hour ട്രാവലിംഗ് ചെയ്തിട്ട്. അപ്പൊ എന്തെങ്കിലും ഒന്നും ഇല്ലാണ്ടിരിക്കില്ലല്ലോ. അപ്പൊ എന്തായാലും എന്താ സെറ്റാണ്. അവരൊക്കെ ഇരുന്ന് തയ്ച്ചോട്ടെ, ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. മിസ്സിന് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ എൻ്റെ വീഡിയോ കണ്ടു വരുന്നവർക്ക് എന്താണ് ഇവിടെ കൊടുക്കാൻ പോണേ? വീഡിയോ കണ്ട് ചേച്ചിയുടെ വീഡിയോ കണ്ടാൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 year കോഴ്സിന് സൂയിങ് മെഷീൻ ഫ്രീ ആയിട്ട് കൊടുക്കും. പിന്നെ വെൽക്കം കിറ്റ്, ടൈലറിംഗ് കിറ്റ്, എംബ്രോയിഡറി കിറ്റ് പഠിപ്പിച്ച് അങ്ങോട്ട് വിടും. അതൊക്കെ ഫ്രീ അങ്ങോട്ട് പഠിപ്പിച്ച് അങ്ങോട്ട് ഒരു ഓണർ ആക്കിയിട്ടാ വിടാ. മെഷീൻ കൊണ്ടങ്ങോട്ട് പോയി. അല്ല, നമ്മളെ അമ്മേനെ കണ്ടില്ല. അമ്മയാണ് ഇവിടുത്തെ മെയിൻ ആളെന്ന് പറഞ്ഞ ഇത്ര നേരമായിട്ട് അമ്മേനെ വിളിക്കാം. ഒന്ന് വെറ്റി, അത് കഴിഞ്ഞിട്ട് ഒരു ബൈ പറഞ്ഞ അവസാനിപ്പിക്കാൻ നമുക്ക്. അമ്മേനെ വിളിക്കാൻ പോയിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് ഇത് പെട്ടെന്ന് ശ്രദ്ധയിൽ വന്നത്. ഇവിടെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി പ്രിന്റ് ചെയ്തൊന്നുമല്ല, മ്യൂറൽ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു സിഗ്നേച്ചർ കൂടി ഉണ്ട്. അത് ആദ്യമെന്നറിയോ? ഇവിടുത്തെ മിസ്സിൻ്റെ ആണെന്ന് വെച്ചാൽ ഇവരുടെ വൈഫിൻ്റെ പേര് എന്തായാലും എനിക്ക് അത് വിടും. നമുക്ക് ഡിസൈൻസും അതിൻ്റെ വർക്കെല്ലാം മെയിനായിട്ട് നോക്കണം. അപ്പോൾ ഇതുപോലെ മ്യൂറൽ പെയിൻറ്റും ഇവിടെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതും നമുക്ക് ഓഗസ്റ്റ് മാസം അതിന് മുന്നായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്താന്ന് വെച്ചാൽ ഒരു 20 ആള് ആദ്യം വരുന്ന 20 ആൾക്കാണ് ഇത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത്. മ്യൂറൽ പെയിന്റ് ആണ് കേട്ടോ. ഇത് സാധാരണ ഫാഷൻ ഡിസൈനിങ്ങിൽ ഇതൊന്നും പെടുന്നതല്ല. പക്ഷെ ഇത് ഫ്രീ ആയിട്ട് ആദ്യം വരുന്ന 20 ആൾക്ക്. അപ്പം നമ്മുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ സീറ്റ് ഉറപ്പിച്ചോ വേഗം തന്നെ. ഇനി നമ്മുടെ അമ്മ വരുന്നുണ്ടോ നോക്കാം. മെയിൻ ആളെ അമ്മ വരുന്ന ഗ്യാപ്പിന്റെ ഇടയിലേ എനിക്കും കൂടി ഒന്ന് പഠിപ്പിച്ചു തരാൻ ഞാനൊന്ന് നോക്കുന്നത്. കുറച്ച് ബിസിയാണ്. കടയില് ബ്രദർ ഇല്ലാത്തതുകൊണ്ട് അമ്മയാണ് കടയിലുള്ളത്. അപ്പോൾ അവിടെ ഈ സമയം കുറച്ച് തിരക്കുള്ള സമയമാണ്. അവിടെ അപ്പൊ ഹാൻഡിൽ ചെയ്യാൻ പോയി കാണാം. അമ്മ അവിടെ ആയതുകൊണ്ട് അപ്പൊ അമ്മേനെ മിസ്സായി പോയി. എന്തായാലും നേരിട്ട് നിങ്ങൾ വരുമ്പോ അമ്മേനെ കാണാൻ പറ്റും കേട്ടോ. ലാഡ ബുട്ടിക്കിൽ പോയാലും കാണാൻ പറ്റും. ലാഡ ബുട്ടിക്ക് അതിന്റെ ഇടയിൽ എന്തായാലും ഇത് ഇവിടെ അടുത്ത് തന്നെയാണ്, നടക്കാനുള്ള വഴിയുള്ളൂ. അപ്പൊ രാംദാസിന്റെ അടുത്ത് തന്നെയാണ് ലാഡ ബുട്ടിക്ക് എന്ന് പറയുന്നത്. അവിടെ മൊത്തം നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്ഥലം. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പഠിക്കാൻ ഇഷ്ടം പോലെ എന്താ പറയുക സൗകര്യങ്ങളുണ്ട്. റേറ്റിനെ കുറിച്ച് ഞാൻ പറയണില്ല, അത് ഒരു ചോദ്യചിഹ്നമായിട്ട് അല്ല കുറേ കമന്റ് സെക്ഷനിൽ പറയുന്നുണ്ടാവും. അത് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി ഈ കോഴ്സിന് എത്ര റേറ്റ്, ഈ കോഴ്സിന് എത്ര റേറ്റ്. പക്ഷെ അധികം വൈകിക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു ഫ്രീ സൂയിങ് മെഷീൻ കിട്ടുന്ന സംഭവമൊക്കെ മിസ്സായി പോകും. അതുപോലെ തന്നെ 6 മാസത്തെ മേക്കപ്പ്. പിന്നെ നമുക്ക് ഫീസ് നമുക്ക് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ എന്താ സ്കോളർഷിപ്പിന്റെ കാര്യമൊക്കെ ഞാൻ കേട്ടിരുന്നില്ല, അതെന്താ സംഭവം? നമ്മുടെ ജൂലൈ 1-ാം തീയതിയാണ് നമുക്ക് സ്കോളർഷിപ്പ് എക്സാം വരുന്നത്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് 10% വരെ ഡിസ്കൗണ്ട് ഫീസിൽ കിട്ടും. നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. FICS എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ബോഡിയാണ്, അവരായിട്ടാണ് ഞങ്ങൾ ടൈപ്പ് ഉള്ളത്. അപ്പൊ ഞങ്ങൾ അവർ ചേർന്ന് നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ്. അപ്പൊ അതില് അപ്പൊ ഈ സ്കോളർഷിപ്പ് എക്സാം അത് ഇവിടെ തന്നെയാണോ നടത്തുന്നത്, എങ്ങനെയാണ്? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അതിന് വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ 1-ാം തീയതി വന്നിട്ട് എക്സാം എഴുതാം. 1 hour എക്സാമേ ഉള്ളൂ. അത് എഴുതി കഴിഞ്ഞാൽ അപ്പൊ തന്നെ. അപ്പൊ അത് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഗുണം എന്ന് പറയണെന്ന് വെച്ചാൽ നമുക്ക് ഈ കോഴ്സുകൾ എടുക്കില്ലേ അതിൽ 10% ഡിസ്കൗണ്ട് കിട്ടും. അതാണ് ഇതിന്റെ സൂയിങ് മെഷീൻ ഇതൊന്നും കൂടാണ്ട് എക്സ്ട്രാ 10% കിട്ടും, ഡിസ്കൗണ്ടും കിട്ടും. അപ്പൊ ഇനി സമയം വൈകിക്കേണ്ട കേട്ടോ. ആദ്യം ദിവസമില്ല, നമുക്ക് ആകെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരൊക്കെ അപ്പൊ ഇപ്പോഴും എന്താ പറഞ്ഞാൽ 3 months കോഴ്സിന്റെ ബാച്ചിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതില് വന്നിരിക്കുന്നതാണ് 1 year കോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 1. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് പെടല് ചോട്ടിക്കോ. അപ്പൊ ചോട്ടിക്കോ ഇതാണ് പെടല് ചോട്ടില്ല. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക് യു.